മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. ഗാഠനിദ്രയിലുള്ളവരെയും അതുപോലെ തന്നെ പുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്നവരെയും ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ദയവായി ക്ഷമിക്കുക, പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക. അദ്ദേഹത്തിൻ്റെ പുസ്തക വായന ഞാൻ ഇവിടെ ഒന്ന് മുറുക്കുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല. പ്രൊഫഷണലി അദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. ഡോക്ടർ എന്നതിലുപരി അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏതായിട്ട് 2 പുസ്തകങ്ങൾ വെളിച്ചം കണ്ടിട്ടുണ്ട്, കഥാ സമാഹാരങ്ങളായിട്ട് 2 എണ്ണം വെളിച്ചം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം നാടകരചന, നാടക സംവിധാനം, നാടക എഴുത്ത്, ഇതിലെല്ലാം ഉപരി ഒരു നല്ലൊരു സംഘാടകനാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സർഗാത്മകത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് ജൈത്രയാത്ര തുടരുന്ന ഡോക്ടർ രാജഗോപാലിനെ അഭിമാന പുരസ്സരം അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ പരിപാടിയിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ, ഞങ്ങളുടെ ഈ അഭിമുഖ പരിപാടിയിൽ അങ്ങേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടറെ, അന്താരാഷ്ട്ര അടുക്കളയിലൂടെ താങ്കളുടെ കൂടുതൽ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കണം ദയവായിട്ട്. തീർച്ചയായിട്ടും. നമുക്ക് അങ്ങയുടെ ബാല്യകാലം തൊട്ടൊന്നും തുടങ്ങിയാലോ? ആയിക്കോട്ടെ. അങ്ങയുടെ വിദ്യാഭ്യാസ കാലഘട്ടം, പിന്നീട് കോളേജ് എങ്ങനെയായിരുന്നു അതൊക്കെ? ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചതൊക്കെ. സ്വദേശം തിരുവനന്തപുരമാണ് സ്വദേശം. സ്കൂള് സെയിൻറ്റ് ജോസഫ് ഹൈസ്കൂൾ, പിന്നെ കോളേജ് ആർട്സ് കോളേജ്, പിന്നെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഒരു അല്ലേ അനുഭവം എന്ന് പറയുന്നത് വലുതായിരിക്കും തീർച്ചയായും ആ കാലഘട്ടം അല്ലേ? കാരണം ആ ഒരു 90s, ലാസ്റ്റ് 80s 90s എന്ന് പറയുന്നത് എന്താ പറയുക, ആ കാലഘട്ടത്തിൽ കോളേജ് കലാകാരന്മാരെ സംബന്ധിച്ച് കലാലയ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിവേ, അത്തരം അനുഭവങ്ങളിലേക്ക് നമുക്ക് ചർച്ച പോവാം അല്ലേ? ഡോക്ടറെ, പഠിക്കുന്ന കാലത്ത് അങ്ങൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. സോ അതുകൊണ്ടാണ് അങ്ങൊരു ഡോക്ടറായിട്ട് ഇന്നിപ്പോൾ അല്ലേ അറിയപ്പെടുന്നതും അദ്ദേഹം അങ്ങ് ഇവിടെ പ്രവർത്തിക്കുന്നതും. തീർച്ചയായിട്ടും കലാജീവിതത്തോട് അല്ലെങ്കിൽ കലാപ്രവർത്തനം സ്വാഭാവികമായും ബാല്യകാലത്തിൽ തന്നെ തുടങ്ങിയിരിക്കണം. തീർച്ചയായിട്ടും. അതിലേക്കൊന്ന് വരാം. ആദ്യമായിട്ട് ഞാൻ എഴുതിയ കഥ എളിമയും അഹങ്കാരവും എന്ന് പറയുന്ന ഒരു പുരാണ കഥ. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഗ്രേറ്റ്. ആ കഥ ഞാൻ പൂമ്പാറ്റയ്ക്ക് അയച്ചു കൊടുത്തു. 1-2 മാസമായി, പിന്നെ അനക്കമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു മണി ഓർഡർ കിട്ടുന്നു. 75 രൂപയാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ. 75 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് അതെ, സാമാന്യം. ഏത് കാലഘട്ടം എന്ന് പറയുമ്പോൾ? എൻ്റെ 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 75 and 80 ഇടയിലാണ്. അപ്പോൾ ആ കഥ അവർ ഒരു ചിത്രകഥയാക്കി മിഡിൽ പേജിൽ. ഞാൻ വളരെ കോളുംപയർ കൊണ്ടു. എഴുത്തുകാരെ സംബന്ധിച്ചൊരു അത് അന്നത്തെ കാലത്ത് കുട്ടികളുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഒരു പുസ്തകം. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പ്രതിഫലവും കിട്ടുന്നു. അതായിരുന്നു എൻ്റെ കഥയിലേക്കുള്ള ആദ്യത്തെ എൻട്രി. ഒരു പ്രചോദനം കൂടിയായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാസികയിൽ കലാസ്വാദകരെ ഇതിലെ എന്ന ഒരു ലേഖനം, അത് ഒരു ഫാദർ ഡൊമിനിക് ആയിരുന്നു അതിൻ്റെ എഡിറ്ററൊക്കെ. പുള്ളി അത് ആ ലേഖനം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എഴുത്തിൻ്റെ പാത തുറക്കുകയായിരുന്നു. അല്ല, എഴുത്തിലേക്ക് വരാനാവും ചെറുപ്പകാലം തൊട്ട് എഴുത്ത് എന്ന ഒരു മേഖലയിലേക്ക് വരാൻ എന്തെങ്കിലും പ്രചോദനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും എഴുത്തുകാരെ സംബന്ധിച്ച്. VP ശിവകുമാർ എന്ന എഴുത്തുകാരൻ, അദ്ദേഹം എൻ്റെ അടുത്തൊരു ബന്ധുവായിരുന്നു.
അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹം വരുന്നതും പോകുന്നതും ഇപ്പോൾ കഥ എഴുതുന്നതും ഒക്കെ ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പോൾ മാവേലിക്കരയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു നരേന്ദ്രപ്രസാദ്. ഇപ്പോഴും എഴുത്തുകാർക്കിടയിൽ വി പി ശിവകുമാറിൻ്റെ കഥകൾ എന്നും ഒരു വേറിട്ട കഥകൾ തന്നെ. അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഒരു കടുത്ത ആരാധനയിൽ. അപ്പോൾ ആ എഴുത്തിൻ്റെ എല്ലാ അദ്ദേഹം അനുഭവിച്ച ആ തീവ്രമായ ആന്തരിക അതെല്ലാം ഞാൻ ആ സംഘർഷങ്ങളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോഴാണ് ഈ എഴുത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഞാൻ അദ്ദേഹമായിട്ടുള്ള സംവാദങ്ങൾ, പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ, അന്ന് ലാറ്റിൻ അമേരിക്കൻ കഥകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ഒരുപാട് ക്ലാസിക്കുകൾ വായിക്കാനുള്ള. ഡോക്ടർ, അപ്പോൾ അങ്ങ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അല്ലേ മെഡിക്കൽ പൂർത്തിയാക്കിയത്? ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചുള്ളിക്കാടും കടമ്പനിട്ടയും ഒക്കെ വളരെയധികം സ്വാധീനം ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് നാടക പ്രവർത്തനത്തിലേക്ക് വരുന്നത്? അപ്പം അന്ന് 5 സർക്കാർ മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ. ഇന്നത്തെ പോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജില്ല. അപ്പോൾ അവിടത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നതും വളരെ ദുഷ്കരമായിരുന്നു. എൻട്രൻസ് എഴുതി കയറണം. അപ്പോൾ അങ്ങനെ ഒരു ക്രീം ഓഫ് സൊസൈറ്റി വരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും എന്നെപ്പോലെയുള്ള സമാന ചിന്താഗതിക്കാരെ ഞാൻ കണ്ടെത്തുകയായിരുന്നു. സ്വാഭാവികമായും. അപ്പോൾ അങ്ങനെ നാടക പ്രവർത്തനത്തിലേക്ക് വഴി. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു വെയിറ്റിംഗ് ഫോർ ഗോധോയെ കാത്ത്, സാമുവൽ ബക്കറ്റിൻ്റെ ആ നാടകത്തിൽ ഒരു കഥാപാത്രമായിട്ട് വന്ന് ഞങ്ങൾക്ക് അതിന് അവാർഡ് കിട്ടി. പിന്നെ സ്ഥിരമായിട്ട് നാടകങ്ങൾ, അപ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ നാടകങ്ങൾ. അപ്പോൾ ഒരു 3rd ഇയറൊക്കെ ആകുമ്പോൾ മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള നാടകത്തിൽ ദൈവം എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ എനിക്ക് ഒരു സമരം ഉണ്ടായി മെഡിക്കൽ കോളേജ്, ഒരു വലിയ സമരം. ആ സമരത്തിൽ ഒരു തെരുവ് നാടകം ഞാൻ തന്നെ അത് രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. ആ തെരുവ് നാടകം ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്തു. ആ സമരം പ്രസക്തമായ വിഷയമായതല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് അറിയാം. ഇന്നും അത് ഓർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. ആ നാടകം പിന്നെ സർക്കാർ നിരോധിക്കുകയുണ്ടായി. ഇത് എവിടെ കളിച്ചിരുന്നാലും പുരാവസ്ഥയാണ്. അപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയി. അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് തൊട്ട് വന്ന ആ സമരം വിജയിക്കുകയും ചെയ്തു. അതിലൊരു വലിയൊരു ഈ നാടകത്തിന് വലിയൊരു പങ്കുണ്ടല്ലേ. അത് തീർച്ചയായിട്ടും നാടകം പ്രവർത്തനം ഒരു സമരം കൂടിയാണല്ലോ അല്ലേ ജനങ്ങൾ. അതെ. അപ്പോൾ നാടകത്തിൻ്റെ മറ്റൊരു സാധ്യത കൂടെ മനസ്സിലാക്കിയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സമരം അല്ലേ, അതുപോലെ തെരുവ് നാടകം കളിച്ചു, അതിലൂടെ വിജയം കണ്ടെത്തി, സമരം വിജയിച്ചു. തീർച്ചയായിട്ടും നാടകത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ നാടക സംഘടനകൾ അല്ലേ വളരെയധികം ധീരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ കലാലയ രാഷ്ട്രീയം, അപ്പോൾ ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അത്തരം ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കലാലയ രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ എനിക്ക് 88 കോളേജ് ഇലക്ഷനിൽ എന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് പാർട്ടി നിർത്തുന്നു. ഞാൻ വിജയിച്ചു. പിന്നെ ഒരു 2 വർഷം കാലങ്ങൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി. ഒരു ഫൈൻ ആർട്സ് കോളേജിൽ നിന്നുള്ള പെയിൻറ്റിങ് എക്സിബിഷൻ, സ്കൾപ്ചർ എക്സിബിഷൻ, പിന്നെ ഒരുപാട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ് പിന്നീടുള്ള ജീവിതത്തിൽ ഒരു മികച്ച സംഘാടകനായിട്ട് മാറാനുള്ള ഒരു സാധ്യത അല്ലേ. അതെ, കോളേജ് തലത്തിൽ നിന്ന് തുടങ്ങിയാണ്. പിന്നെ അതുപോലെ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കാര്യവട്ടം ക്യാമ്പസ് വെച്ചൊരു നാടക കളരി ഉണ്ടായിരുന്നു. അത് ഓരോ കോളേജിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാളെയാണ്. ആ നാടക കളരിയിൽ ഞാനായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് സെലക്റ്റഡായി പോയത്. അന്ന് ഇന്നിപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരുപാട് നടന്മാർ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് അലൻസിയർ, മഹേഷ് മഞ്ജു. ഞങ്ങളൊക്കെ ഒരാഴ്ച കാലം ഒരുമിച്ച് ക്യാമ്പിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ PK വേണുക്കുട്ടൻ നായരായിരുന്നു അതിൽ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ VJT ഹാൾ, ഇന്നിപ്പോൾ അതിൻ്റെ പേര് മാറി, അവിടെ വെച്ച് അങ്ങനെ ഒരു നാടകം സ്റ്റേജ് ചെയ്തു. ഒരുപാട് പേര്. ഡോക്ടർ, ഇപ്പോൾ കോളേജ് കാലഘട്ടത്തിൽ നാടക പ്രവർത്തനം, സംഘാടനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതെല്ലാം ഉണ്ടായിരുന്നു. കൂടെ എഴുത്ത്, നേരത്തെ ശിവകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. എങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള എഴുത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? അത് ഞാൻ മെഡിക്കൽ കോളേജിൽ കയറിയ ശേഷം
ഒരുപാട് ചെറുകഥകൾ ഞാൻ എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ ശിവകുമാർ, അതുപോലെ തന്നെ ശിവകുമാറുമായിട്ടുള്ള എൻ്റെ സൗഹൃദം, അവിടേക്ക് വരുന്ന ഒരുപാട് എഴുത്തുകാർ, വിനയേന്ദ്രൻ പോലെയുള്ള കവികൾ, നരേന്ദ്രപ്രസാദ് സാറിനെ പോലെയുള്ള നാടകക്കാർ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും ഇടപെടലുമൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരുപാട് ക്ലാസിക്കൽ കൃതികളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ അപ്പോൾ തെളിഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ. അങ്ങനെ ചെറുകഥകൾ ഞാൻ എഴുതി, ഒരുപാട് കഥകൾ ഞാൻ ആ കാലഘട്ടത്തിൽ എഴുതി. അങ്ങനെ എനിക്ക് 88-ലാണോ 89-ലാണോ എന്നറിയില്ല, വേണ്ട മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ കേരള സർവകലാശാല യൂണിയൻ്റെ യുവജനോത്സവത്തിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് ചെറുകഥയ്ക്ക് 1ാം സ്ഥാനം കിട്ടി. ഗ്രേറ്റ്. അപ്പോൾ അവരൊക്കെ പറയണ്ടായി, സാധാരണ ഈ ചെറുകഥയ്ക്ക് കിട്ടുന്നത് ഒന്നുകിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം BA MA അല്ലെങ്കിൽ സംസ്കൃത കോളേജിലുള്ള. ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് ചെറുകഥയ്ക്ക്, മലയാളം ചെറുകഥയ്ക്ക് 1ാം സ്ഥാനം കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള 2 വർഷങ്ങളിലും എനിക്ക് സമ്മാനങ്ങളുണ്ടായിരുന്നു സർവകലാശാല തലത്തിൽ. സത്യത്തിൽ ആ കാലഘട്ടത്തിലെ എഴുത്തുകാരെന്ന് പറയുന്നത് ഇന്നിപ്പം പ്രമുഖമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന എഴുത്തുകാർ ആ കാലഘട്ടത്തിലുണ്ട്. അങ്ങയോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവാം അല്ലേ? അതെ, അതിനുശേഷം വന്നവരുമുണ്ട്. അപ്പോൾ 88 ആ സമയത്ത് ഒരുപാട് കഥകൾ ഞാൻ എഴുതിയിരുന്നു. അത്തരം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ഡോക്ടറെ, ഇപ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. പ്രവാസത്തിലെ ലോകത്തേക്ക് അങ്ങ് കടന്നു വരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ് അങ്ങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, എന്താണ് അങ്ങ്, ഏത് മെഡിക്കൽ ഫീൽഡാണ് അങ്ങ് കൈകാര്യം ചെയ്യുന്ന ഏരിയ ഏതാണ്, ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. 2004-ലാണ് ഞാൻ മസ്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അനസ്തീഷ്യയാണ്. ഞാനൊരു അനസ്തറ്റിസ്റ്റാണ്. ഇവിടുത്തെ മിനിസ്ട്രിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആദ്യം 2004 ഒമാനിൽ വന്നിറങ്ങുന്നത് സിനാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഏതാണ്ട് 2 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ സാഹിത്യ പ്രവർത്തനങ്ങളോ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതൊരു ഗ്രാമമായിരുന്നു. അങ്ങനെ എനിക്ക് 2005 ലാസ്റ്റ് ഡിസംബർ ആകുമ്പോൾ എനിക്ക് മസ്കറ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. ഞാനിവിടെ മിനിസ്ട്രിയുടെ തന്നെ കോള എന്ന് പറയുന്ന ആശുപത്രി, കോള ഹോസ്പിറ്റൽ, മിക്കവാറും ബ്രെയിൻ സർജറിയും ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്, ട്രോമ സെൻ്ററാണ്. അവിടെ ആണ് ഞാൻ 2006 വരുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2005 ലാസ്റ്റ് ആകുമ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ മലയാള വിഭാഗത്തിൽ ഒരു നാടകം അപ്പോൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അഭിനയം വളരെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് എന്നെ സെലക്ട് ചെയ്തു. യുഗതൃഷ്ണ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അതാണ് എൻ്റെ ഈ പ്രവാസ ജീവിതത്തിലുള്ള ആദ്യത്തെ കലാപ്രവർത്തനം. ഡോക്ടറെ, ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗത്തിലൂടെയാണ് അങ്ങ് ഈ രംഗത്തേക്ക് ഇവിടെ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ ധാരാളം അങ്ങയുടെ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സാംസ്കാരിക സംഘടനകളുടെ രൂപീകരണം, അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, അതിനെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഒരു യാത്ര ആയിക്കോട്ടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ 2005-6 വരുന്നു. ഇവിടെ ആദ്യമായിട്ട് ഒരു നാടകത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സോഷ്യൽ ക്ലബ്ബിൽ, പിന്നെ അതിനുശേഷം വളരെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി. അത് കഴിഞ്ഞിട്ട് വന്ന 2008-ലാണെന്ന് തോന്നുന്നു ഓണം പ്രോഗ്രാം, ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ എൻ്റെ ഒരു നാടകം, എൻ്റെ സ്ക്രിപ്റ്റ് സംവിധാനവും, അടപ്രഥമൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. ആ നാടകം ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതേപോലെയുള്ള ഓണം പ്രോഗ്രാംസിന് എൻ്റെ നാടകങ്ങൾ സ്ഥിരമായിട്ട് വന്നിരുന്നു. അതിന് പ്രേക്ഷകരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ വരുന്നു. ആ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ 2011-ലാണ്.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട്, എനിക്ക് ഇതിൻ്റെ സാങ്കേതികത്വമൊന്നും അറിയില്ല, പക്ഷേ ഇത് തനിയെ പഠിച്ചെടുത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഷോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ആദ്യമായി ഒരു ഷോർട്ട് ഫിലിം 2011. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷോർട്ട് ഫിലിമുകളുടെ ഒക്കെ ഒരു തുടക്കകാലം. അതെ. അത് വളരെ കുറച്ച് ആൾക്കാരാണ് മസ്കറ്റ് ഷോർട്ട് ഫിലിംസ് അന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ദ്വയം എന്ന് പറയുന്ന എൻ്റെ തന്നെ ഒരു കഥയെ സ്ക്രിപ്റ്റാക്കിയിട്ട് 2 സ്ത്രീകളുടെ കഥ പറയുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഹ്രസ്വ ചിത്രങ്ങളിലേക്കുള്ള പ്രവേശനം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. ഡോക്ടർ, ഇപ്പോൾ അങ്ങ് ഈ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചു, ആ അനുഭവം, അതുകൂടാതെ തന്നെ എൻ്റെ അറിവിൽ അങ്ങ് ധാരാളം സാംസ്കാരിക സാമൂഹിക സംഘടനകൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങയുടെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ ശക്തമായ നാടക പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മഴവിൽ നാട്യഗ്രഹം എന്നല്ല എൻ്റെ പേര്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട്, അന്താരാഷ്ട്ര അടുക്കളയുടെ പ്രേക്ഷകരുമായിട്ട് മിഴി തുറക്കും മൊഴികൾ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഒന്ന് പങ്കുവയ്ക്കാം. 2010 ഞാൻ പ്രാദേശികമായ ഒരു സംഘടന, തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി, ഞാൻ തിരുവനന്തപുരത്തുകാരനാണല്ലോ, അപ്പോൾ അതിനു മുൻപ് പല പ്രാദേശിക സംഘടനകളിലൂടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ടീം എന്ന ഒരു സംഘടന രൂപീകരിച്ചു. ട്രിവാൻഡ്രം എൻ്റർടൈനേഴ്സ് അസോസിയേഷൻ ഇൻ മസ്കറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യത്തെ പരിപാടി തന്നെ വളരെ വിജയകരമായിരുന്നു, ഒരു ഓണം പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു രീതി എന്ന് പറയുന്നത്, എല്ലാ കലാപരിപാടികളും, അതായത് തിരുവാതിര, ഓണവുമായിട്ട് ബന്ധപ്പെട്ട വിൽപ്പാട്ട്, പിന്നെ വള്ളംകളി പാട്ട്, ഇതൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രേക്ഷകൻ ഈ പരിപാടി കാണാൻ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പോകാൻ സാധിക്കില്ല. കാരണം ഇത് മുഴുവനും കണ്ടിട്ട് മാത്രമേ പോകാൻ പറ്റൂ. അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഓണത്തിൻ്റേതായ നമ്മളൊരു ഗ്രാമം റീക്രിയേറ്റ് ചെയ്യുകയും, അപ്പോൾ നാട്ടിൽ പോകാതെ തന്നെ നാട്ടിൻ്റെ ഒരു സാമീപ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അത് ആവിഷ്കരിച്ചത്. അതിനുശേഷം വന്ന ഒരു പരിപാടിയായിരുന്നു വിഷു പ്രോഗ്രാം. അതിലും പുതുമയുള്ള ഒരു പരിപാടി അവതരിപ്പിച്ചു. മലയാള സിനിമാ ഗാനരംഗത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ളൊരു പഠനം പോലെ 1955 മുതൽ പിന്നെ വന്നിട്ട് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ ഗാനം, അന്ന് 2010-11 ആ കാലഘട്ടത്തിൽ അതുവരെയുള്ള പാട്ടുകളുടെ ഒരു പഠനം, അത് വിഷ്വലായിട്ട് കാണിക്കുന്ന. അതിനുശേഷം പിന്നീട് പലരും ടി വിയിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ചെയ്തത് ടീം എന്ന സംഘടനയിലൂടെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിയമുള്ള പ്രേക്ഷകരെ, 2012 പ്രവാസികൾക്കായിട്ട് കേരള സർക്കാർ സംഗീത നാടക അക്കാദമി നടത്തിയ നാടക മത്സരത്തിൽ മികച്ച നാടകരചനയ്ക്കുള്ള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയുമുണ്ട്, അതിലേക്ക് കടന്നു വരാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഈ അങ്ങയുടെ അംഗീകാരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സംഗീത അക്കാദമിയുടെ പുരസ്കാരം നേടിയ കാര്യം ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചു. അപ്പോൾ ആ നാടകവും ആ നാടകത്തിലേക്കുള്ള വഴികളും എങ്ങനെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. വാസ്തവത്തിൽ ആ നാടകം അരങ്ങേറുന്നത് 2014. ഓ, ശരി ശരി. 2012 ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാനൊരു 2011 ഷോർട്ട് ഫിലിം ദ്വയം എന്ന് പറയുന്നത്. അതെ, ദ്വയം. അതെ. 2012 ഈ മത്സരത്തിന് വേണ്ടി 2ാമത്തെ ഷോർട്ട് ഫിലിം ഞാൻ സംവിധാനം ചെയ്തു. അതും എൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. ശകുന്തളയുടെ ഭർത്താവ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ആ മത്സരത്തിൽ ഇന്ത്യൻ സിനിമകളിൽ സെലക്ട് ചെയ്യപ്പെട്ട 8 ചിത്രങ്ങളിൽ ഒന്നെത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 2014 ഇവിടെ പ്രവാസികൾക്കായിട്ടുള്ള കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഒരു നാടക മത്സരം. സൂര്യ കൃഷ്ണമൂർത്തി സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. അപ്പം അന്ന് ഗൾഫ് മേഖലയിൽ, മസ്കറ്റ് മാത്രമല്ല, സൗദി അറേബ്യ ഉണ്ടായിരുന്നു, ബഹ്റൈൻ. അപ്പോൾ ഇവിടുന്ന് മാത്രം 8 നാടകങ്ങളുണ്ടായിരുന്നു. അപ്പം 18 നാടകങ്ങൾ ആണ്
ഫുള്ളായിട്ട് കളിച്ചത് ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ജീവൻ്റെ അവശിഷ്ടം എന്ന് പറയുന്ന ഒരു നാടകമാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. അതിനാണ് അംഗീകാരം. സ്ക്രിപ്റ്റിനാണ് അംഗീകാരം ലഭിച്ചത്. ഡോക്ടർ, നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു. വീണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയാനുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ സംഘടനാ പ്രവർത്തനങ്ങൾ, പുതിയ നാടക പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. 2014 എനിക്ക് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു, ഗവർണറിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നു. തിരിച്ചു വന്ന ശേഷം പുതിയ ഒരു സംഘടന രൂപീകരിച്ചു. അതിൽ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ളവർ, ഇതിനു മുൻപുണ്ടായിരുന്നത് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇതിനകത്ത് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളും. അതിൽ നാടകക്കാരുണ്ട്, പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ തുറകളിൽ നിന്നുള്ളവരായതുകൊണ്ട് വിവിധ നിറങ്ങളുടെ ഒരു സമന്വയമായ മഴവിൽ എന്ന പദത്തിൽ നിന്ന് റെയിൻബോ ക്ലബ്ബ് എന്നാണ് അതിന് പേരിട്ടത്. പിന്നീട് വളരെ വളരെ അർത്ഥമുണ്ട്. നേരത്തെ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് റെയിൻബോ എന്ന പേരിട്ടതിൻ്റെ ഒരു രത്നചുരുക്കം പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ റെയിൻബോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചു. അതിൽ എടുത്തു പറയാനും മനസ്സിൽ സൂക്ഷിക്കുന്നതുമായ ഒന്ന്, അത് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അതെ, തമ്പി സാർ വന്ന് പാടി. അതെ, 2 തലമുറയിൽപ്പെട്ട ഗായകർ, അവരുടെ ഒരു സംഗമം. പിന്നെ അതുപോലെ കുറേ പരിപാടികൾ റെയിൻബോ ക്ലബിൻ്റെ പേരിൽ ചെയ്തു. അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബാലഗോപാലൻ തമ്പി എന്ന മലയാളത്തിൻ്റെ പിന്നണി ഗായകൻ, എത്രയോ നല്ല ഹിറ്റുകൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ഗായകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെ പ്രവാസികൾക്ക് പരിചയപ്പെടുത്തിയത് റെയിൻബോ ക്ലബിലൂടെ തന്നെയാണ്, അല്ലേ? ഒരു അഭിമാനം തന്നെയാണ്, അല്ലേ? മാത്രമല്ല, അന്ന് ആ സമയത്ത് മീഡിയ വണ്ണിൻ്റെ ജേർണലിസ്റ്റ് വന്ന് ഒരു ഫുൾ ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു, കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് പഴയ ആൾക്കാർക്കറിയാം, വളരെ ബിസിയായിരുന്ന ഒരു ഗായകനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും മസ്കറ്റിലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു വലിയ കാര്യം തന്നെയാണ്. ബാലഗോപാലൻ തമ്പി എന്ന ഗായകൻ മലയാളത്തിന് എന്താ പറയുക, നിരവധി ഒരു കാലഘട്ടത്തിൽ, അല്ലേ, ധാരാളം മികച്ച ഗാനങ്ങൾ കിരീടത്തിൽ വരെ പാടിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അങ്ങനെ നമ്മുടെ റെയിൻബോയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ നമുക്ക് ഒരു നാടകം ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നാടകം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതെ, വെറുതെ ഒരു നാടകം ചെയ്യലല്ല, മറിച്ച് തിയേറ്ററിന്റെ എല്ലാ സാധ്യതകളെയും പ്രേക്ഷകർക്ക് പകർന്നു നൽകുക എന്നൊരു ആശയത്തോട് കൂടിയിട്ടാണ് ആ നാടകം തുടങ്ങിയെന്ന് എനിക്ക് കാരണം അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങൾ അത്തരത്തിലായിരുന്നല്ലോ. അതെ, മസ്കറ്റിൽ നാടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നാടകത്തിൻ്റെ മാറ്റങ്ങൾ മസ്കറ്റിൽ എത്തുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ അതിനുള്ള ശ്രമങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഒരു ബിഗ് സ്കെയിലായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതാണ് ഡോക്ടർ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് നാടക പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ ശക്തമായ നല്ല നാടകങ്ങൾ, അതായത് തിയേറ്ററിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് തിയേറ്റർ എന്നും ആ തിയേറ്ററിൽ എത്രത്തോളം സാധ്യതകളുണ്ടെന്നും അതുപോലെ തന്നെ ഈ നാടകത്തിൻ്റെ വളർച്ച, നാടകം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള നല്ല കുറേ സംഘടനകളും കൂട്ടായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നല്ല നാടകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. എങ്കിലും അല്ലേ, ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ലാർജ് സ്കെയിലൊരു ഡ്രാമ. കാരണം ഒരു നാടകത്തിൻ്റെ പ്രൊഡക്ഷന് അറിയാമല്ലോ, സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് കണ്ടെത്തണം. പിന്നെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് എൻ്റെ സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചത്. അതെ, അടയ്ക്ക എന്ന ചെറുകഥ. അതെ, അപ്പോൾ അത് അടയ്ക്കയുടെ വൻ വിജയത്തിന് ശേഷമാണ് പിന്നെ മറുത്തുകളി എന്ന നാടകം മസ്കറ്റിലെ പ്രേക്ഷകർ കണ്ടത് ശ്രീ മഞ്ജുളിന്റെ സംവിധാനത്തിൽ, അല്ലേ? അതിന് നേതൃത്വം നൽകിയത് റെയിൻബോ ക്ലബ്ബാണ്. അതിന് നമ്മുടെ ഒരിക്കലും നമുക്ക് എന്താ പറയുക, മറക്കാൻ പാടില്ലാത്ത നമ്മുടെ സൗഹൃദങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ബൈജു രംഗനാഥ്, അമ്പിളി അണ്ണൻ, അല്ലേ, ശ്യാംലാൽ മോഹനജൻ, ബൈജു വിശ്വനാഥ്, പിന്നെ സുരേഷ്, അല്ലേ? സുരേഷ്, 2 സുരേഷ്. അതെ, ഒരുപാട് നമുക്ക് പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് എങ്കിലും മറ്റുള്ള പേര് പറയാതിരുന്നത് മനഃപൂർവ്വമല്ല ഒരിക്കലും. കാരണം ഒരു നല്ലൊരു കൂട്ടായ്മയുടെ വിജയമായിരുന്നു അതല്ല.
അല്ലേ? വളരെ കുറച്ച് പേരാണെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ഉണ്ടായതാണ്. എനിവേ, അടുത്ത വിശേഷങ്ങളിലേക്ക് വരാം. ഡോക്ടറെ, നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അങ്ങയുടെ നാടക പ്രവർത്തനം, അങ്ങയുടെ സംഘടനാ പ്രവർത്തനം, അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതം, അല്ലേ? ഇതെല്ലാം, പിന്നെ കുടുംബജീവിതം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങ് എഴുതുന്നുമുണ്ട്, അല്ലേ? അങ്ങയുടേതായിട്ട് 2 പുസ്തകങ്ങൾ വെളിച്ചം കണ്ടിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം എഴുത്തുകളെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. എൻ്റെ ആദ്യ കഥാസമാഹാരം അടയ്ക്കയാണ്. കൃത്യമായി വർഷവും ഓർമ്മയില്ല, പക്ഷേ ഒരു അവധിക്കാലത്ത് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു പ്രഭാത സവാരിക്കിടയിൽ നമ്മുടെ സതീഷ് ബാബു പയ്യന്നൂരിനെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, രാജഗോപാലെ, ഇങ്ങനെ കഥകൾ എഴുതി പലയിടത്തായിട്ട് സൂക്ഷിക്കുന്നതിനേക്കാളും ഇത് ക്രോഡീകരിച്ചൊരു പുസ്തകമായിക്കൂടെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെയാണ് ആ ചിന്ത ഉണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് രാജീവ് കുമാർ, എഴുത്തുകാരനായ രാജീവ് കുമാർ, അദ്ദേഹം ഒരു പുസ്തക പ്രസാധകനും കൂടെയാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. പരിധി പബ്ലിക്കേഷൻസാണ് ആ സമാഹാരം ഇറക്കിയത്. അടയ്ക്ക എന്നായിരുന്നു അതിൻ്റെ പേര്. 8 കഥകളുടെ. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കഥാസമാഹാരമായ 7 തീവണ്ടികൾ പ്രകാശനം ചെയ്തു. അങ്ങനെ 2 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ച് വലിയ സന്തോഷമുണ്ട്. ഇനിയും എഴുത്ത് സ്വാഭാവികമായിട്ടും തുടരുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും പുതിയ എഴുത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഇനി ഒരാഗ്രഹം, ചെറുകഥയാണ് എൻ്റെ തട്ടകം. ഒരു നോവലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർഗാത്മക പ്രക്രിയയ്ക്ക് നമുക്ക് സമയം വേണം. മറ്റ് എല്ലാ ഭൗതിക ഘടകങ്ങളും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം, അല്ലേ? മനസ്സ് ഏകാഗ്രമാണ്, എല്ലാം വേണം. പക്ഷെ ഇതിനെല്ലാം കൂടി അങ്ങൊരു കുടുംബസ്ഥനായതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, 2 കുട്ടികളുടെ പിതാവാണ്, അല്ലേ? അപ്പം അത് മാത്രമല്ല, മൂത്തവൻ വിവാഹം കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു സന്തോഷ കുടുംബത്തിലെ കൂടി ഉള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അനിവാര്യമല്ലേ? കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും. ഏത് പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ചും സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു അനുഗ്രഹവും അഭിനന്ദനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യ ഡോക്ടർ ആശാലത ഒരു ആയുർവേദ ഡോക്ടറാണ്. ഇവിടെ മസ്കറ്റിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ നാടകങ്ങളൊക്കെ നടത്തുമ്പോൾ രാത്രി വളരെ വൈകിയായിരിക്കും വരുന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ കാത്തിരിക്കുക, എന്നിട്ട് 2 മണിക്കും 3 മണിക്കൊക്കെ ചിലപ്പോൾ എഴുന്നേൽക്കും. പിന്നെ രാവിലെ എഴുതി വീണ്ടും പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സഹകരണങ്ങൾ വേണ്ടി വന്നാലേ നമുക്കിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് കലാകാരന്മാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൾ ഡോക്ടർ നന്ദകിഷോർ, ഒരു ട്രിവാൻഡ്രത്ത് ഒരു ഡെൻ്റൽ ഡോക്ടറാണ്, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. അവൻ്റെ വൈഫും ഡെൻ്റൽ ഡോക്ടറാണ്. ആ കുട്ടിയും ഒരു ആർട്ടിസ്റ്റാണ്, കവിത എഴുതും ഇംഗ്ലീഷിൽ. മകൻ പാട്ട് പാടും. 2ാമത്തെ മകൻ ചന്ദ്രകിരൺ, അയാൾ ഇവിടെ ഇപ്പോൾ മസ്കറ്റിലുണ്ട്. BSc കഴിഞ്ഞ് MScക്ക് വേണ്ടി നിൽക്കുകയാണ്. അവനും പാട്ട് പാടും, പക്ഷെ അത് പാശ്ചാത്യ സംഗീതമാണെന്നേ ഉള്ളൂ. അപ്പോൾ വൈഫ് ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാവർക്കും കലാപരമായ കുറച്ച് കഴിവുകൾ ഉള്ള ഒരു ഫാമിലി കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഒരു നാടക നടനായിരുന്നു. അപ്പോൾ നാടകങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു. ഞാനും ഓൾ ഇന്ത്യ റേഡിയോയിലെ ആർട്ടിസ്റ്റാണ്, B1 ആർട്ടിസ്റ്റാണ് നാട്ടിൽ വെച്ച്. ഇപ്പോൾ പിന്നെ ഇവിടെ വന്ന ശേഷം പ്രോഗ്രാംസ് ഇല്ല എന്നാണ്. മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. ഡോക്ടറെ, നമ്മൾ കുറേയധികം കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. പക്ഷേ താങ്കളൊരു ഗായകനാണ്. നമ്മുടെയൊക്കെ സൗഹൃദ സദസ്സിൽ അങ്ങ് പാട്ടുകൾ പാടാറുണ്ട്. ചെറിയൊരു ഗായകനാണ് ഞാൻ, വലിയ ഗായകനൊന്നുമല്ല, വെറുതെ പാടും. ആയിക്കോട്ടെ, ശരി. പക്ഷേ അതിനപ്പുറത്ത് താങ്കളുടേതായിട്ടുള്ള രചനയിൽ ചില ഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ വിശേഷം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. അത് 3-4 പാട്ടുകൾ, ലളിത ഗാനങ്ങൾ.
ഗസലുകൾ ഇവയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും എന്താ പറയുക ഭാഗ്യം എന്ന് കരുതുന്നത് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഗാന സംവിധായകരുടെ മാസ്റ്റർമാർ എന്ന് വിളിക്കുന്നതിൽ അവസാനത്തെ കണ്ണിയായ വിദ്യാധരൻ മാസ്റ്റർ എൻ്റെ ഒരു പാട്ട് സംഗീതം ചെയ്തു എന്നുള്ളത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആൽബം പുതിയ തലമുറയിൽ സംഗീത സംവിധായകർ മാസ്റ്റേഴ്സായി മാറി വരുന്നുണ്ട്. ഉണ്ടോ? ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും നല്ല സംഗീതങ്ങൾ നൽകി വരുന്ന വിജയ് ബാൽ അടക്കമുള്ള യുവസംഗീത നിര അല്ലേ? പഴയ സംഗീത നിരയിൽപ്പെട്ട ഒരാളായ പിന്നെ തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം കൽപ്പാന്തകാലത്തോളം നമുക്ക് കേട്ടിരിക്കാൻ ആ പാട്ട് പോരല്ലേ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ എൻ്റെ ഒരു പാട്ട് ഇറങ്ങിയെന്ന് പറയുന്നത് എനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പിന്നെ അതുപോലെ ഒരു ഗസൽ, അത് നമ്മുടെ ബൈജു വിശ്വനാഥ് സുഹൃത്ത്, പുള്ളി ട്യൂൺ ചെയ്തിട്ട് മസ്കറ്റിൽ തന്നെ പല വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റെയിൻബോയുടെ അവതരണ ഗാനം, ഇങ്ങനെ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറയൂ. ഗാനരചയിതാവ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടർ തമ്പിസാറിൻ്റെ, അതായത് നമ്മുടെ ആരാധ്യനായ ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ ഒരു ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു. വരികളുടെ ലാളിത്യവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. പിന്നെ ഞാനും ഒരു തമ്പിയാണ്, രാജഗോപാലൻ തമ്പി എന്നാണ് പേര് വരേണ്ടിയിരുന്നത്, പക്ഷെ അത് വച്ചില്ല. എനിവേ കുടുംബപരമായിട്ടല്ലേ? ആ ശരി. എനിവേ ഡോക്ടർ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ വരികയും ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും, ഇപ്പോൾ എഴുത്ത് നോവലിൻ്റെ പണിപ്പുരയില എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ പുതിയ പുതിയ നാടകങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, ആ യാത്ര തുടരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. നന്ദി. അതുപോലെ തന്നെ തിരിച്ചും എനിക്ക് പറയാനുണ്ട് നന്ദി. അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ പരിപാടിയിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് അടർത്തിയെടുത്ത് ഒരു എപ്പിസോഡിലൂടെ മറ്റുള്ളവരെ അറിയിക്കുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ രാജഗോപാലാണ്. ഇനി മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ.